ഹായ് ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് GST ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടിയിലെ 6th മൊഡ്യൂളുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും മൊഡ്യൂൾസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് 6th മൊഡ്യൂളാണ്, കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം വളരെ കുറവാണ്. കാര്യം MCOMൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം വരുന്നത് ജൂലൈ 1 ഇനി ഒരു ദിവസം കൂടി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ രൂപത്തിൽ, അതായത് ക്യാപ്സ്യൂൾ രൂപത്തിലാണ് നോട്ട്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എക്സാമിന് തൊട്ട് മുന്നേ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള പാകത്തിനുള്ളൊരു നോട്ട്സാണ്. ജൂലൈ 1 നടത്താനിരിക്കുന്ന എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരുപാട് പരിമിതികളുണ്ടെന്ന് എനിക്കറിയാം. നോട്ട്സ് ആയിരുന്നാലും നമുക്കിപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് എഴുതുക. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്നത്തെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് 6th മൊഡ്യൂളിനുള്ളിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് നോക്കാനായിട്ട് പോകുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, സോ കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്. ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു റെസ്ട്രിക്ട് ദ ഇമ്പോർട്ട്സ് ഫോർ കൺസേർവിങ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇമ്പോർട്ട്സ് എല്ലാം റെസ്ട്രിക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോറിൻ എക്സ്ചേഞ്ചിനെ കൺസേർവ് ചെയ്യാനായിട്ട്. ടു പ്രൊട്ടക്ട് ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ടു റെഗുലേറ്റ് എക്സ്പോർട്ട്. ടു സേഫ് ഗാർഡ് ഡൊമസ്റ്റിക് ട്രേഡ്. ടു പ്രൊട്ടക്ട് ദ റവന്യൂ ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ്, role of custom duty in international trade. First point, custom law provides legal protection to international trade transaction. ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷന് ലീഗൽ പ്രൊട്ടക്ഷൻ കസ്റ്റംസ് ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, കസ്റ്റം ലോ പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു അതർ കൺട്രീസ് വിച്ച് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന മറ്റ് കൺട്രീസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിംപ്ലിഫൈഡ് പ്രൊസീജിയേഴ്സ് ഓഫ് കസ്റ്റം ലോ ഹെൽപ്സ് സ്മൂത്ത് ഇന്റർനാഷണൽ ട്രേഡ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രേഡിനെ ഇത് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. കസ്റ്റം ലോ ഹെൽപ് ടു ഇംപ്ലിമെന്റ് ടാക്സസ് ഓൺ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ. ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിൽ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കസ്റ്റംസ് ലോ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ കസ്റ്റംസ് ലോ കീപ് എ കൺട്രോൾ ഓവർ ഫ്ലോ ഓഫ് ഗുഡ്സ് എൻറ്ററിങ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഗുഡ്സിനെ, ആ ഫ്ലോയിനെ എന്ത് ചെയ്യുന്നു? കസ്റ്റംസ് ലോ കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റംസ്. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ. കസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. റെഡ്യൂസസ് ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് ട്രേഡ്. കൺട്രോൾ സ്മഗ്ലിംഗ് ആൻഡ് ഇല്ലീഗൽ ട്രേഡ്. സേവ്സ് ഫോറിൻ എക്സ്ചേഞ്ച്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡിമെറിറ്റ്സ് നോക്കാം. ഇൻക്രീസ് ബ്ലാക്ക് മണി. ലിമിറ്റ്സ് കൺസ്യൂമർ ചോയ്സ്. കോസസ് ഇൻഫ്ലേഷൻ. ഓവർ പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. കസ്റ്റംസ് ലോ ഈസ് ദ ബേസിസ് ടു ലെവി ടാക്സ്. സോ കസ്റ്റംസ് ഡ്യൂട്ടിയിലെ ടാക്സബിൾ ഇവന്റ് എന്താണ്? ദ ടാക്സബിൾ ഇവന്റ് ഇൻ കേസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ദ പോയിന്റ് വെൻ ഗുഡ്സ് എൻ്റർ ഓർ ലീവ് ഇന്ത്യ. അതായത് ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് നടക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അടുത്തതായി ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി നോക്കാം. ഫസ്റ്റ് വൺ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ദിസ് ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഗുഡ്സ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ആസ് ഇറ്റ് ഈസ് ഫിക്സഡ് ഓൺ എ അഡ് വാലറം ബേസിസ്. സോ ബേസിക് കസ്റ്റം ഡ്യൂട്ടിക്കുള്ളിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് റേറ്റിലാണ്, ആസ് ഇറ്റ് ഈസ് ഫിക്സഡ് ഓൺ ആൻ അഡ് വാലറം ബേസിസ്. ആൻഡ് ദിസ് ഡ്യൂട്ടി ഈസ് റെഗുലേറ്റഡ് ബൈ ദ കസ്റ്റംസ് താരിഫ് ആക്ട് 1975. Next one, countervailing duty. CVD or additional customs duty is levied on imported goods that fall under section 3 of the Customs Tariff Act of 1973. Countervailing duty എന്ന് പറയുന്നത് Customs Tariff Act of 1975 section 3 വരുന്നതാണ്. Then educational cess. The cess used to be levied at 2% and an additional 1% of the aggregate of customs duties. Educational cess ഇവിടെ വരുന്നത് 3% ആണ്. Then protective duty. This duty is imposed in order to shield the domestic industry against the imports at rate recommended by the tariff commissioner. So protective duty എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയാണ്. Here rate is recommended by the tariff commissioner. Next one, safeguard duty. As the name suggests, this duty serves as a means of safeguarding the rise in export. അപ്പോൾ എക്സ്പോർട്ടിന്റെ ഇൻക്രീസിനെ അതിന് സേഫ് ഗാർഡ് ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടിയാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സംടൈംസ് ഇഫ് ദ ഗവൺമെന്റ് ഫീൽസ് ദാറ്റ് എ റൈസ് ഇൻ എക്സ്പോർട്ട് ക്യാൻ ഡാമേജ് എക്സിസ്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, ഇറ്റ് മേ ലെവി ദിസ് ഡ്യൂട്ടി. അപ്പോൾ എക്സ്പോർട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ, റൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി അത് ബാധിക്കും എന്ന് ഗവൺമെന്റിന് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ ലെവി ചെയ്യുന്ന ഡ്യൂട്ടിയാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ദിസ് ഡ്യൂട്ടി ഈസ് ബേസ്ഡ് ഓൺ ദി ഡംപിംഗ് മാർജിൻ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പോർട്ട്
price and the normal price. It is only imposed when the goods that are imported are below the fair market price. അതായത് ഫെയർ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറവുള്ള പ്രൈസിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചീപ്പ് റേറ്റിൽ ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫീസേഴ്സ് അണ്ടർ കസ്റ്റംസ് ആണ്. ഫസ്റ്റ് വൺ, ചീഫ് കമ്മീഷണർ. മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഫോർ റുട്ടീൻ വർക്കിംഗ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആർ ഡെലിഗേറ്റഡ് ടു കമ്മീഷണർ. അതായത് മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് പവർ എല്ലാം ഇരിക്കുന്ന ആർക്കാണ്? ചീഫ് കമ്മീഷണറാണ്. സോ ചീഫ് കമ്മീഷണറിന്റെ താഴെയുള്ള സബോർഡിനേറ്റ് ഓഫീസേഴ്സിനും പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ചീഫ് കമ്മീഷണറിനുണ്ട്. നെക്സ്റ്റ്, ഡയറക്ടർ ജനറൽ. ഓഫീസേഴ്സ് ഓഫ് ഡയറക്ടർ ജനറൽ ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ മോണിറ്ററിംഗ് സം സ്പെസിഫൈഡ് ഫംഗ്ഷൻസ്. ചില സ്പെസിഫൈഡ് ഫംഗ്ഷൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓഫീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ കമ്മീഷണർ അപ്പീൽസ്. കമ്മീഷണർ അപ്പീൽസ് ആർ അപ്പോയിന്റഡ് ഇൻ വേരിയസ് കമ്മീഷണറേറ്റ് ടു ഹിയർ അപ്പീൽസ് ഓർഡേഴ്സ് ഫ്രം അസിസ്റ്റന്റ്, ഡെപ്യൂട്ടി, ജോയിന്റ് ആൻഡ് അഡീഷണൽ കമ്മീഷണേഴ്സ്. സോ ഈ കമ്മീഷണർ അപ്പീൽസിന്റെ താഴെ വരുന്ന ഓഫീസേഴ്സ് ആണ് അഡീഷണൽ കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ ആൻഡ് അസിസ്റ്റന്റ് കമ്മീഷണർ. നെക്സ്റ്റ്, പെനാൽറ്റീസ് നോക്കാം. പെനാൽറ്റീസ് ആർ ഇമ്പോസ്ഡ് ടു എനി പേഴ്സൺ ഹു ഇൻ റിലേഷൻ ടു എനി ഗുഡ്സ് ഡസ് ഓർ ഒമിറ്റ്സ് ടു ഡു എനി ആക്ട് ബ്രോഡ്ലി which renders such goods for confiscation. സോ കസ്റ്റംസ് ആക്ടിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ചുമത്തുന്നതാണ് പെനാൽറ്റീസ്. ഗുഡ്സ് ആർ ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ ഇൻ കേസ് ഓഫ് ഇംപ്രോപ്പർലി ഇമ്പോർട്ടഡ് ഗുഡ്സ്. അതായത് പ്രോപ്പറായിട്ട് ഇമ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ടോ ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു കോൺഫിസ്കേഷൻ വരുന്നത്. Section 111 provides goods liable for confiscation for improper imports, while Section 113 contains detail of goods liable for confiscation for attempt of improper export. Section 111, Section 113. ഓക്കെ, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് അസസ്മെന്റിലേക്കാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം. ആദ്യം സെൽഫ് അസസ്മെന്റ് ബൈ ഇമ്പോർട്ടർ ഓർ എക്സ്പോർട്ടർ. സെൽഫ് അസസ്മെന്റ് ഇമ്പോർട്ടറിനും ചെയ്യാം, എക്സ്പോർട്ടറിനും ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് വെരിഫിക്കേഷൻ ഓഫ് സെൽഫ് അസസ്മെന്റ്, ദെൻ റീ അസസ്മെന്റ്. റീ അസസ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അസസ്മെന്റ് കംപ്ലീറ്റ് ആയി. നോട്ട് അക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീക്കിംഗ് ഓർഡർ വിൽ ഇഷ്യൂഡ്. അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രോപ്പർ ഓഫീസർ ആണ്. ഇനി സെൽഫ് അസസ്മെന്റ് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിലോ ഫസ്റ്റ് പ്രൊഫഷണൽ അസസ്മെന്റിലേക്ക് പോകും, ദെൻ ഓർഡർ ഫോർ ഫൈനൽ അസസ്മെന്റ്, ആഫ്റ്റർ അസസ്മെന്റ് ഡ്യൂട്ടി ആൻഡ് then valuation of goods. അടുത്തത് valuation of goods ആണ്. Customs duty is payable as a percentage of value, generally called assessable value or customs value. Customs duty pay ചെയ്യുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് assessable value അല്ലെങ്കിൽ customs value. In order to calculate the amount of customs duty, customs dutyയുടെ amount കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് value of imported goodsഉം rate of customs duty. Value at which a transaction takes place between an importer and exporter is called transaction value. ഇമ്പോർട്ടറിനും എക്സ്പോർട്ടറിനും ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷന്റെ വാല്യൂ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ട്രാൻസാക്ഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു കസ്റ്റംസ് വാല്യൂ. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാഗേജ് ആണ്. ബാഗേജ് മീൻസ് ദ ബിലോങ്ങിങ്സ് ഓർ ദ ലഗേജ് ഓഫ് ദി പാസഞ്ചർ ഹു ഈസ് ഓൺ ട്രാവൽ. സോ ഒരു പാസഞ്ചറിന്റെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ ലഗേജ് ആണ് ബാഗേജ് എന്ന് പറയുന്നത്. ബാഗേജ് ഇൻക്ലൂഡ്സ് അൺഅക്കമ്പനീഡ് ബാഗേജ് ആസ് വെൽ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് മോട്ടോർ വെഹിക്കിൾസ്. മോട്ടോർ വെഹിക്കിൾസ് ബാഗേജിനുള്ളിൽ വരില്ല. ഇനി പ്രൊവിഷൻസ് ഫോർ ബാഗേജ് നോക്കാം. ഇത് പറയുന്നത് കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 77 മുതൽ 81 ഫസ്റ്റ് സെക്ഷൻ 77 ഓഫ് കസ്റ്റംസ് ആക്ട് 1962 എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ബൈ ദ ഓണർ ആണ്. ദാറ്റ് ഈസ് അണ്ടർ ദിസ് സെക്ഷൻ ദ പാസഞ്ചർ ഹാസ് ടു ക്ലിയർലി ഡിക്ലെയർ ദ കണ്ടന്റ്സ് ഓഫ് ഹിസ് ബാഗേജ് ടു ദ കസ്റ്റം ഓഫീസർ. അതായത് ബാഗേജിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് കസ്റ്റംസ് ഓഫീസറിനെ അറിയിക്കുക, ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അതാണ് സെക്ഷൻ 77 പറയുന്നത്. ദെൻ സെക്ഷൻ 78 റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് താരിഫ് വാല്യുവേഷൻ. ദ റേറ്റ് ടു ബി ആപ്ലിക്കബിൾ ഓൺ ബാഗേജ് വിൽ ബി ദ റേറ്റ് ഇൻഫോഴ്സ് when the declaration is made by the owner of goods under section 77. So ബാഗേജിലെ കണ്ടന്റ്സ് ഡിക്ലെയർ ചെയ്യുമല്ലോ, അപ്പോൾ ആ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിലവിൽ നിൽക്കുന്ന റേറ്റ് ഏതാണോ ആ റേറ്റ് ആണ് നമ്മൾ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുന്നത്. അതാണ് സെക്ഷൻ 78 പറയുന്നത്. ദെൻ സെക്ഷൻ 79 എക്സംഷൻസ് ഫ്രം ബാഗേജ്. എന്തൊക്കെ കാര്യങ്ങളാണ് ബാഗേജിൽ നിന്നും എക്സംപ്റ്റഡ് എന്ന് നോക്കാം. പേഴ്സണൽ പ്രോപ്പർട്ടി റീഇമ്പോർട്ടഡ്, ഫ്രീ റീപ്ലേസ്മെന്റ് അണ്ടർ വാറന്റി ഓഫ് ആർട്ടിക്കിൾസ് വിച്ച് ആർ പ്രൈവറ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് പാസഞ്ചർ, ഫുഡ് സ്റ്റഫ്സ് അപ് ടു 50,000, സാമ്പിൾസ്, പ്രൈസ് ലിസ്റ്റ്, prototypes, commercial samples, etc. Goods brought for display, exhibition, fair, etc. subject to various conditions. Agricultural products or goods manufactured or produced in Nepal. Newspaper, drawings and designs and other goods are specified. And section 80 പറയുന്നത് temporary detention of baggage ആണ്. In case the baggage of the passenger contains any article which is dutiable or is prohibited in India, then there is a provision to temporarily detain such goods in the custody of the proper officer. In such cases, the passenger will have to pay fees as prescribed by Commissioner of Customs. So ഇന്ത്യയിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് എന്തെങ്കിലും ഈ ബാഗേജിനുള്ളിൽ വരിക എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിന്
എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അത്തരം കേസിൽ പാസഞ്ചർ ഒരു ഫീ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ദെൻ സെക്ഷൻ 81 ബാഗേജ് ട്രാൻസ്ഷിപ്മെന്റ്. ദ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ദാറ്റ് ഈസ് CBE&C is authorized to make provisions and regulations for manner of declaring contents of baggage, custody, examination, assessment of duty and clearance of baggage, providing regulations for transit of baggage from one custom station to another or to a place outside India. അടുത്ത ടോപ്പിക് വരുന്നത് പ്രൊസീജിയർ ഫോളോഡ് ബൈ ഇമ്പോർട്ടർ ആണ്. സോ പ്രൊസീജിയേഴ്സ് നോക്കാം. പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി, സബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ബൈ ഇമ്പോർട്ടർ, സെൽഫ് അസസ്മെന്റ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി, വെരിഫിക്കേഷൻ ഓർ അപ്രൈസൽ by proper officer, authorization from other acts, collection of duty by custom authorities, pass out custom charges, delivery of cargo. സോ ഈ ഒരു 8 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടർ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയറിനുള്ളിൽ വരുന്നത്. എന്തെങ്കിലുമൊക്കെ കോഡ് യൂസ് ചെയ്തിട്ട് ഈ 8 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇത് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡറിന് തന്നെ പഠിക്കുക. PSS VACPP. സോ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത വരുന്നത് പ്രൊസീജിയർ ഫോളോഡ് ബൈ ദ എക്സ്പോർട്ടർ ആണ്. ഫസ്റ്റ് വൺ, ഷിപ്പിംഗ് ബിൽ ടു ബി സബ്മിറ്റഡ് ബൈ എക്സ്പോർട്ടർ. ഷിപ്പിംഗ് ബിൽ എന്ത് ചെയ്യുക, എക്സ്പോർട്ടർ സബ്മിറ്റ് ചെയ്യുക. നോട്ടിംഗ് ദ ഷിപ്പിംഗ് ബിൽ ബൈ ദ കസ്റ്റംസ് ഓഫീസർ. ഈ ഷിപ്പിംഗ് ബില്ല് കസ്റ്റംസ് ഓഫീസർ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്യുന്നു. ദെൻ എക്സ്പോർട്ട് വാല്യൂ ഡിക്ലറേഷൻ, എക്സ്പോർട്ട് വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നു. Then self-assessment of customs duty, verification of self-assessment on selective basis by customs officer, other documents required for export, excise formalities at the time of export, export duty, cess, etc. if payable, permission to export by customs, examination of goods before export. SNESVO EEPE ഇങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ കോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റംസ് ഡ്യൂട്ടിക്കുള്ളിലെ സിലബസിനുള്ളിൽ വരുന്നത്. ഞാൻ അതിൻ്റെ കീ പോയിന്റ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പീൽസ് ആൻഡ് റിവിഷൻസ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എക്സാമിന് തൊട്ട് മുന്നേ റിവൈസ് ചെയ്യുന്ന ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ സബ്സ്ക്രൈബർ ഓഫ് മൈ ചാനൽ and press the bell icon to get notified. So all the very best for your examination. Thank you.